VSൻ്റെ മരണത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെ യുഗവും യുഗത്തിൻ്റെ അവസാനവും പുതുയുഗ പിറവിയൊക്കെ ഉണ്ടോ പാർട്ടിയിൽ? ഇല്ല, അത് ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. അതിനൊരു വാച്യാർത്ഥം കൊടുക്കണ്ട. ഒരു യുഗം അവസാനിച്ചു. അത് സാധാരണ വലിയൊരു നേതാവ് മരിച്ചു കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. നികത്താനാവാത്ത നഷ്ടം, പിന്നെ യുഗം അവസാനിച്ചു, തീർന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ VSനെ ഒരു വലിയ നന്മയുടെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിൻ്റെ ഒക്കെ പ്രതീകമായി കാണിക്കുന്നു. ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ വല്ല ബൂർഷ്വ ആണ്. അങ്ങനെ ഒരു വ്യാഖ്യാനമുള്ളപ്പോൾ ഈ യുഗം അവസാനിക്കുന്നു എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. മനസ്സിലായി. VS പാർട്ടിക്കുള്ളിൽ പിണറായിയുമായിട്ടുള്ള യുദ്ധം കുറേ കാലം നടന്നില്ല. അപ്പം ആ സമയത്തുണ്ടായ ഒരു സമവാക്യം മാത്രമാണ്, അഥവാ ഉണ്ടാക്കിയൊരു സമവാക്യമാണ് ഈ പറഞ്ഞ VS പാവങ്ങളുടെ പടത്തലവനും പിണറായി പണക്കാരുടെ ഏജൻറ്റും. അങ്ങനെ ഒരു ദ്വന്ദ്വം സൃഷ്ടിച്ചെടുത്തു. അതിൽ VSന് അതിൻ്റെ സാമർഥ്യം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ വല്ലാത്ത പരിലാളന കിട്ടിയ ഒരാളാണ് VS. അത് VSനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, പിണറായിയോടുള്ള ഒരു അകൽച്ച കൊണ്ടാണ്. പിണറായി ഒരു മീഡിയ ഫ്രണ്ട്ലി വ്യക്തിയല്ല. അത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അദ്ദേഹത്തിന് മീഡിയയോട് വിരോധം ഉണ്ടായിട്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ചിലർ മീഡിയയെ കയ്യിലെടുക്കാനും കൈകാര്യം ചെയ്യാനും അവർക്കൊരു സാമർഥ്യമുണ്ട്. പിണറായി വിജയൻ നിർഭാഗ്യവശാൽ അതിന് ശ്രമിക്കാറുമില്ല. ആ സാമർഥ്യം അദ്ദേഹത്തിനുമില്ല. അതിന് ശ്രമിച്ചാൽ അത് വഷളാകുകയും ചെയ്യും. അതുകൊണ്ട് പിണറായിയായിട്ട് തന്നെ തുടരുന്നു. VSന് ഈ പരിലാളന കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു 80 വയസ്സ് വരെയുള്ള VS ആയിരുന്നില്ല അതിന് ശേഷമുള്ള VS. അത് മാധ്യമങ്ങൾ കുറേയധികം സൃഷ്ടിച്ചെടുത്തു. ബട്ട് കാര്യമായിട്ട് VSന് ഒരു സംഭാവന ചെയ്യാൻ സാധിച്ചുമില്ല. അത് പാർട്ടിയിലിരുന്ന് പിണറായി വിജയൻ ഇട്ട ഉടക്കുകൾ പ്ലസ് മാധ്യമ ശ്രദ്ധ കിട്ടാനായിട്ട് VS എടുത്ത അജണ്ട, ഇംപ്രാക്ടിക്കലായിട്ടുള്ള പോക്ക്, ഇതൊക്കെ വെച്ച് ആണ് MN വിജയൻ ഒരുപക്ഷെ ഏറ്റവും ഭംഗിയായിട്ട് VSൻ്റെ ജീവിതം വിലയിരുത്തിയത്. പരാജയം ഭക്ഷിച്ച് ജീവിച്ചവൻ. VSന് സ്വന്തം ദൗത്യങ്ങളിൽ വിജയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം കവിയൂർ, കിളിരൂർ, ഐസ്ക്രീം കേസ്, അത് ഇതെന്നൊക്കെ നിരന്തരം പറയുമായിരുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം അതിലൊരുപാട് പരിമിതികൾ വന്നു. ഈവൻ അദ്ദേഹത്തിൻ്റെ പെറ്റ് പ്രോജക്റ്റായിരുന്നു മൂന്നാർ കയ്യേറ്റം. അതുപോലും വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കുറച്ച് പേരുടെ റിസോർട്ടുകളൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് തൊട്ട് കഴിഞ്ഞപ്പോൾ സംഭവമെല്ലാം മാറി. പൂച്ചകളെ VS തന്നെ ഡിസോൺ ചെയ്യുന്ന അവസ്ഥയെത്തി. സുരേഷ് കുമാർ പ്രിമച്വർ റിട്ടയർമെൻറ്റിന് അപ്ലൈ ചെയ്തു. രാജീവ് നാരായണസ്വാമി ദീർഘകാലം ജോലിയില്ലാതെ സെക്രട്ടേറിയറ്റിൽ വെറുതെ ഇരുന്നു. ഋഷിരാജ് സിംഗിന് സാമർഥ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തുടക്കം മുതലേ അറിയാം ഈ കളികളൊക്കെ എങ്ങനെ പോകും, ഇവിടെ പോകും എന്നുള്ള നല്ല കാൽക്കുലേഷനുള്ള പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഋഷിരാജ് സിംഗ് മാത്രം സർവൈവ് ചെയ്തു ആ ക്രൈസിസ്. VSന് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സ്വഭാവക്കാരനുമായിരുന്നില്ല VS. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് VS വിട്ടുകളയുന്നു. വിട്ടുകളയുകയും അദ്ദേഹത്തിൻ്റെ ചില കരുണാകരനെ പോലെ എന്തു വന്നാലും കൂടെ പിടിച്ചു നിർത്തുന്ന സ്വഭാവം. ബട്ട് ഒരു കാര്യമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി റീസെൻറ്റ് പാസ്റ്റിൽ ഏറ്റവും അധികം വോട്ട് പിടിച്ച ആൾ VS ആണ്. ക്രൗഡ് പുള്ളറായത്.
ക്രൗഡ് മാത്രമല്ല വോട്ട് പുള്ളറായിരുന്നു. ക്രൗഡ് പുള്ളർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ വി എസിൻ്റെ പ്രസംഗ ശൈലിയെ പറ്റി എല്ലാവരും പറയാറുണ്ട്. പക്ഷേ അതിനേക്കാൾ മികച്ച പ്രസംഗ ശൈലിയുള്ള ആളായിരുന്നു എം വി രാഘവൻ. CPIയിലെ കണിയാപുരം രാമേന്ദ്രൻ. കണിയാപുരം രാമേന്ദ്രൻ പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ 15-20 പേരെ കാണുള്ളൂ. ആ പ്രസംഗം അതിൻ്റെ മധ്യസ്ഥായിലെത്തുമ്പോൾ ഒരു 500 പേരെങ്കിലും ഉണ്ടാകും. നാട്ടുകാർ ചുമ്മാ അങ്ങ് ഒഴുകിക്കൂടും. അതാണ് കണിയാപുരത്തിൻ്റെ ശൈലി. ബട്ട് കണിയാപുരത്തെ മറ്റ് കാരണങ്ങൾ കൊണ്ട് കേരളത്തിലെ MS മണി സാറൊന്നും അടുപ്പിക്കുകയില്ല എന്നുള്ള സ്ഥിതി അത് കണിയാപുരത്തിൻ്റെ തന്നെ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ കയ്യിലൊരു സ്ഥിതിയാണ് എന്ന് വായിക്കട്ടെ. അപ്പോൾ പ്രസംഗശൈലി കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ സ്വയം ഒരു റിബൽ ആണെന്ന് വിജയകരമായിട്ട് അടയാളപ്പെടുത്താൻ വി എസിന് സാധിച്ചു. ഈ പൊളിറ്റീഷ്യൻസ് 2 തരമുണ്ട്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ളവർ, വേറൊന്ന് എപ്പോഴും പ്രതിപക്ഷ മനസ്സുള്ളവർ. ഓപ്പോസിഷൻ മൈൻഡാണ് അവർക്ക്. ഓപ്പോസിഷനിൽ അവർ ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും. ഭരണകക്ഷിയായി കഴിഞ്ഞാൽ അവർക്ക് കരക്കിട്ട മീനിനെ പോലെയാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർക്ക് പറ്റില്ല. ഉത്തരവാദിത്തം കൊണ്ടു നടക്കുന്നവനെ കുറ്റം പറയാൻ ഭംഗിയായിട്ട് പറ്റും. അതിൻ്റെ പേരിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് അവനെ ഉരുട്ടിയിടാൻ പറ്റും. എന്നാൽ അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇയാൾ അതിലും വലിയ ഫെയില്യൂറായിട്ട് മാറും. ഇതാണ് 2 തരം രാഷ്ട്രീയക്കാർ. ഇതിൽ ഓപ്പോസിഷൻ മൈൻഡ് സെറ്റുള്ള ആളായിരുന്നു വി എസ്. അതുകൊണ്ട് വി എസ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഷൈൻ ചെയ്തു. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അത്രയധികം ഷൈൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഒരു പാർട്ടി ഒരു കാരണമല്ലായിരുന്നോ? അല്ലെങ്കിൽ പിണറായി? അല്ല, ഈ പാർട്ടി ഇപ്പോൾ പിണറായിയുടെ ഒരു അജണ്ടയ്ക്കും പാർട്ടി എതിരെ നിൽക്കാത്തത് എന്താ? പിണറായിയും പാർട്ടി ഒന്നായതുകൊണ്ട്. വി എസിന് അത് സാധിക്കാഞ്ഞത് എന്താ? അതിൽ പാർട്ടിയെ നമുക്ക് വേണമെങ്കിലും കുറ്റം പറയാം. കുറച്ച് കുറവ് വി എസിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് അത് ഇല്ലാതെ പോയത് ഒരു കുറ്റമായിട്ടല്ല. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയ്ക്ക് ഒരു മൈൻഡ് അല്ല വി എസിൻ്റെ. ഒരു ഫൈറ്ററാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞ കേസുകൾ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സ്വഭാവം. അപ്പോൾ അതിൽ കൺസ്ട്രക്റ്റീവ് വശം കുറവായിരിക്കും. അതേസമയം ഇതുപോലത്തെ റിബൽസിനെ, കലാപകാരികളെ ഒക്കെ, കലഹപ്രിയന്മാരെയൊക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആൾ കൂടും. ബട്ട് ആൾ കൂടുന്നത് മാത്രമല്ല, വി എസ് വിചാരിച്ചാൽ വോട്ടും കൂടുമായിരുന്നു. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലും നമുക്ക് വി എസിനെ ഒഴിവാക്കാൻ പറ്റിയില്ല. വി എസിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ തെരുവിൽ പ്രശ്നമുണ്ടാകും. ഈ തെരുവിലെ പ്രശ്നം വി എസിൻ്റെ കൂട്ടാളികൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാവുന്നതൊന്നും അല്ല, അത് ഉണ്ടാക്കുന്നതാണ്. മനഃപൂർവ്വം വിളിച്ചു പറഞ്ഞ് ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്ര വലിയ ഇതൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ ചെറിയ പ്രകടനങ്ങളാണെങ്കിൽ പോലും അത് പാർട്ടിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും കൊടുക്കുക ഒരു സീറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. ഏതായാലും ഞാൻ നോക്കിയിട്ട് MN വിജയൻ പറഞ്ഞതാണ് വി എസിനെ പറ്റിയുള്ള ശരിയായ വിലയിരുത്തൽ. പരാജയം ഭക്ഷിച്ച് ജീവിച്ചൊരാൾ. അതുകൊണ്ട് ആ ജീവിതം പരാജയമാണ് എന്ന് പറയരുത്. പരാജയം ഭക്ഷിക്കാൻ അസാമാന്യമായ കഴിവ് വേണം. അത് ദഹിപ്പിക്കാൻ അതിലും വലിയ കഴിവ് വേണം. ആ കഴിവായിരുന്നു വി എസിനുണ്ടായിരുന്നത്. അപ്പോൾ വി എസ് ഒരു പരാജിതനായിരുന്നു എന്നാണോ TGയുടെ വിലയിരുത്തൽ? എന്നല്ല, പരാജയങ്ങളെ ദഹിപ്പിച്ചവൻ. അതാണ് MN വിജയൻ പരാജയങ്ങളെ ഇല്ലാതാക്കി എന്നാണോ വയ്ക്കാൻ? എന്ന് പറയാനും പറ്റില്ല. പരാജയങ്ങളെ താങ്ങാനുള്ള കഴിവ് ആ മനുഷ്യനുണ്ടായിരുന്നു. അത് ദഹിപ്പിച്ചിട്ട് പിന്നെയും അടുത്ത പരാജയത്തിലേക്ക് പോകാനുള്ള ത്രാണിയുണ്ടായിരുന്നു. ഇതൊക്കെയാണ്. അല്ല, ഒരു പക്ഷേ TG താൻ ഏറ്റെടുക്കുന്ന ഈ പോരാട്ടങ്ങൾ എല്ലാം പരാജയപ്പെടുമെന്ന് വി എസിന് അറിയാമായിരുന്നില്ലേ? എന്നൊന്നും പറയാൻ വയ്യ. കാരണം സിസ്റ്റം അങ്ങനെ ആയിരിക്കെ പാർട്ടിക്കെതിരെ. അല്ല, അത് സിസ്റ്റം മാറ്റാമായിരുന്നല്ലോ. യു വെർ ദ ചീഫ് മിനിസ്റ്റർ, യു കുഡ് ഹാവ് ചേഞ്ച് ദ സിസ്റ്റം. ഹൂ പ്രിവെൻറ്റഡ് യു? ആരെങ്കിലും പ്രിവെൻറ്റ് ചെയ്താൽ തന്നെ
ഈ സെക്രട്ടേറിയറ്റിൽ വന്നിട്ട് ആർക്കും ഒന്നും ചെയ്യാനൊന്നും സാധ്യമല്ല. നിങ്ങളുടെ നടപടി ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ ഈ VS ഒരു പാർട്ടിയായിട്ടുള്ള വലിയ എതിർപ്പുണ്ടായി. VS പാർട്ടി പറയുന്നത് കേൾക്കുന്നില്ല. അവർക്ക് ചെയ്യാവുന്ന VSനെ പുറത്താക്കാം, MNA-മാരുടെ പിന്തുണ പിൻവലിക്കാം. VSന് വേണമെങ്കിൽ മന്ത്രിസഭ പിരിച്ചുവിടാൻ ശുപാർശ കൊടുക്കാമല്ലോ, അസംബ്ലി പിരിച്ചുവിടാൻ. അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നല്ലോ. ഒരു ക്രൈസിസ് ഉണ്ടാക്കാം, പാർട്ടി വലിയ പ്രതിസന്ധി ഉണ്ടാക്കാം. അതൊന്നും VS ചെയ്തില്ല. ഇല്ല, അത്രയ്ക്കൊന്നും VS പോകുമായിരുന്നുമില്ല. ആ റിസ്ക് ഒന്നും VS എടുക്കില്ല. ഒരു പരിധിവരെയുള്ള റിസ്ക് VS എടുത്തിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, സാധ്യതകളുണ്ടായിരുന്നു. അല്ല, അത്ര വലിയ വിപ്ലവകാരിയായിരുന്നുമില്ല അദ്ദേഹം. ഒരു പാർട്ടിയുടെ മൊത്തം ഘടനയെ വെല്ലുവിളിക്കാനുള്ള ത്രാണിയൊന്നും VSനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തനിക്കുള്ള ലിമിറ്റഡ് സ്പേസിൽ അദ്ദേഹം ചെയ്യാവുന്ന ചില പയറ്റുകൾ പയറ്റി അത് ഏറ്റില്ല എന്ന് വേണം വിചാരിക്കാൻ. പ്രധാനമായിട്ടും ഇവർ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ, അത് വലിയൊരു ഘടകമായിരുന്നു. പിണറായി വാസ് വെരി യങ്, VS വാസ് ബിക്കമിങ് ഓൾഡർ ആൻഡ് ഓൾഡർ ഡേ ബൈ ഡേ. അത് വലിയൊരു പ്രശ്നമല്ലേ. അപ്പോൾ അത് പ്രായത്തിൻ്റെ പരിമിതി അത് ആർക്കും മറികടക്കാൻ പറ്റില്ല. എന്നാലും ദൈവം സഹായിച്ച് അല്ലെങ്കിൽ മാർക്സ് സഹായിച്ച് നല്ല ആയുസ് അദ്ദേഹത്തിന് കിട്ടി. 80-ാം വയസ്സിന് ശേഷമാണ് അദ്ദേഹം മാക്സിമം ഷൈൻ ചെയ്യുന്നത്. പക്ഷേ അതൊന്നും തന്നെ ഈ പിണറായിയുടെ യൗവനവുമായിട്ട് തട്ടിച്ച് നിൽക്കാൻ പറ്റിയ കാരണങ്ങളായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഓവറോൾ പുള്ളി വിഷമിച്ചു, കൂടെ ആരും ഇല്ലാതെയായി. ഈ വർത്തമാനം പറയാനൊക്കെ ശരി, അത് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിലയുറപ്പിക്കാൻ പറ്റണ്ടേ. എതിർക്കുന്നത് പിണറായിയുമായിട്ടാണ്. അപ്പോൾ അത് മുതലാവില്ല എന്ന് കണ്ടിട്ട് ഓരോരുത്തരായിട്ട് VSനെ ഡെസേർട്ട് ചെയ്തു, അല്ലെങ്കിൽ മൗനത്തിലായി. ചിലരൊക്കെ മറുപക്ഷം ചേർന്നു, ചിലർ ന്യൂട്രലായി, ചിലർ രാഷ്ട്രീയത്തിൽ തന്നെ ആരുമില്ലാതെ പോയി. അങ്ങനെ പിന്നെ VS ഒന്നും മിണ്ടാതെയായി, ശാരീരിക അവസ്ഥകളായി. റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. പിന്നെ VS ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഏതായാലും VSന് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരുപാട് എതിരഭിപ്രായങ്ങളുള്ളപ്പോൾ പോലും നമുക്കൊരു പ്രിൻസിപ്പിളുണ്ടല്ല, മരണാന്തരാണി വൈരാണി എന്ന് സംസ്കൃതത്തിൽ പറയും. മരണത്തിന് ശേഷം പിന്നെ വൈരം കൊണ്ട് നടക്കരുത്, അത് മാന്യതയല്ല. അപ്പോൾ എനിക്ക് പറയാനാണെങ്കിൽ 110 കാര്യങ്ങളുണ്ട്. പക്ഷേ അത് മരണത്തിന് മുമ്പിൽ അതെല്ലാം പ്രസക്തമല്ലാതെയാകുന്നു, പ്രയോജനവുമില്ലാതെയാകുന്നു. അതുകൊണ്ട് VSന് ആദരാഞ്ജലികൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.